ഇടുക്കിയിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അടുത്ത കാലത്തൊക്കെയായി വന്നിരുന്നു. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗമൊക്കെ അവിടെ വിളിച്ചിരുന്നു. എന്തായാലും ഈ വന്യജീവി ശല്യം പരിഹരിക്കാനും ജനജീവിതം സുരക്ഷിതമാക്കാനും ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങളോ മുൻകരുതലുകളോ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ഡീൻ കുര്യാക്കോസ് MP നടത്തിയിരിക്കുന്നത്. ഇടുക്കിയിലെ സർവകക്ഷി യോഗത്തിൽ വനംവകുപ്പ് മുന്നോട്ട് വെച്ച വിശദീകരണം തൃപ്തികരമല്ല. ഫെൻസിംഗ് സംവിധാനവും RRTയുടെ പ്രവർത്തനവും വന്യമൃഗശല്യം തടയുന്നതിന് പര്യാപ്തമല്ല. തൊലിപ്പുറത്ത് ചികിത്സ നടത്താതെ സർക്കാർ നയം മാറ്റണം. നഷ്ടപരിഹാരം വിതരണം ചെയ്യാത്തത് നീതികേടാണെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങളോ മുൻകരുതലുകളോ ജനജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല. പണം മുടക്കി ഗവൺമെന്റ് ബഡ്ജറ്റ് അലോക്കേഷനിൽ കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് മാത്രമേ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ തൊലിപ്പുറത്ത് ചികിത്സ നടത്തിയതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രയോജനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അവസാനത്തെ 7-ാം മാസം വരെയുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. അത് അവാസ്തവമാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാത്തത് അങ്ങേയറ്റം നീതിരഹിതമായ ഒരു നടപടിയാണ്.